വെൽക്കം എവരി വൺ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഒരു LC, ആൾസോ കോൾഡ് ആസ് ഡോക്യുമെൻ്ററി ക്രെഡിറ്റ്, എങ്ങനെയാണ് അതിൻ്റെ ബേസിക് ക്ലോസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ബേസിക് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഈ LCയിൽ ഫസ്റ്റ്ലി ഇതാണ് ഒരു MT700 LC സ്വിഫ്റ്റ് മെസ്സേജിൻ്റെ ഒരു സാമ്പിൾ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഫസ്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ LC സ്വിഫ്റ്റ് സെൻഡ് ചെയ്യുന്നത്. യൂഷ്വലി ഇത് ഇഷ്യൂവിങ് ബാങ്ക് ആയിരിക്കും, കസ്റ്റമറുടെ ബാങ്ക് ആയിരിക്കും. ദെൻ റിസീവർ മീനിങ് നമ്മുടെ ഹു ഈസ് റിസീവിങ് ദിസ് സ്വിഫ്റ്റ് മെസ്സേജ്. യൂഷ്വലി ഇത് നമ്മുടെ അഡ്വൈസിങ് ബാങ്ക് അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ബാങ്ക്, നമ്മുടെ ഓൺ ബിഹാഫ് ഓഫ് അസ്, നമ്മുടെ ബാങ്ക് ആയിരിക്കും ഇത്. ദെൻ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്, വി വിൽ കവർ ദ മേജർ ക്ലോസസ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സീക്വൻസ് ഓഫ് ടോട്ടൽ. ഈ ക്ലോസ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 by 1. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന എഗെയിൻസ്റ്റ് ദിസ് LC ഒരു ഷിഫ്റ്റ് മെസ്സേജാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോസിബിളി ഇവിടെ 1 by 3 എന്നൊക്കെ ആണെങ്കിൽ 3 ഷിഫ്റ്റ് മെസ്സേജ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിനെതിരായിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഷിഫ്റ്റ് മെസ്സേജാണ് ഇത്. അങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒന്നാമത്തത്, ഇനി രണ്ടാമത്തെ പേജ്, അതുപോലെ ലൈക്ക് അങ്ങനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്ലോസ് ആണ് ഫോം ഓഫ് ഡോക്യുമെൻ്ററി ക്രെഡിറ്റ്. ഇത് എയ്തർ റിവോക്കബിൾ ഓർ ഇറിവോക്കബിൾ, ഈ 2 ടൈപ്പാണ് ഉണ്ടാവുക യൂഷ്വലി. ഈ റിവോക്കബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്നെവർ നിങ്ങൾ മേജറായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ക്ലോസ് ആണ് ഈ ക്ലോസ്. യൂഷ്വലി യു ഹാവ് ടു കീപ്പ് ആസ് ഇറിവോക്കബിൾ. അതർവൈസ് നിങ്ങൾ ആസ് എ സെല്ലർ യു ആർ ഇൻ എ റിസ്ക്. സപ്പോസിബിളി ഇഫ് ഇറ്റ് ഈസ്, നിങ്ങളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് റിവോക്കബിൾ ആണെന്ന് നിങ്ങൾ വെക്കുക. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ ക്യാൻ മേക്ക് ചേഞ്ചസ്. സപ്പോസിബിളി ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താ, ഒരു ട്രാൻസാക്ഷനിൽ ഉള്ള ടേംസ്, കണ്ടീഷൻസ് ആൻഡ് എവറിത്തിങ്. സോ ഇത് റിവോക്കബിൾ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ലേറ്റർ സ്റ്റേജിൽ സെൻഡർ അഥവാ നിങ്ങളുടെ ബയർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും. മേ ബി നിങ്ങൾ കോൺട്രാക്ച്വലി നിങ്ങൾ LCയിൽ അഗ്രി ചെയ്തത് 30 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്നായിരിക്കും. അവർ റിവോക്ക് ചെയ്തിട്ട് 45 ഡേ, അങ്ങനെ ദേ ക്യാൻ മേക്ക് ചേഞ്ചസ്. ഹിയർ ഇഫ് യു പുട്ട് ആസ് ഇറിവോക്കബിൾ, അവർക്ക് നമ്മുടെ സമ്മതമില്ലാതെ ദേ കനോട്ട് മേക്ക് എനി ചേഞ്ചസ്. സോ ദിസ് ഈസ് വൺ മേജർ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെൻ്ററി ക്രെഡിറ്റ് നമ്പർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് LC നമ്പർ. യൂഷ്വലി ഇത് ഡെഫിനറ്റ്ലി ലൈക്ക് ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OSCB 2000, ലൈക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് ഏതെങ്കിലും ഒരു ഓർഡറിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഇത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഈസ് ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഇത് എങ്ങനെ ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുകയെന്ന് വെച്ചാൽ 2025/03/11 ഇങ്ങനെ ആയിരിക്കും ഡേറ്റ് തരിക. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ 4 ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇയർ, പിന്നത്തെ 2 ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന മന്ത്, പിന്നത്തെ 2 ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡേറ്റ്. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് അപ്ലിക്കബിൾ റൂൾസ്. യൂഷ്വലി UCP ലേറ്റസ്റ്റ് വേർഷൻ. UCPയുടെ ലേറ്റസ്റ്റ് വേർഷന് UCP 600 ആണ് നിലവിൽ. UCP എന്ന് പറഞ്ഞാൽ യൂണിഫോം കസ്റ്റം പ്രാക്ടീസ്. അത് ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. ഇത് ബേസിക്കലി UCP 600 എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഒരു കോമൺ ആയിട്ടുള്ള ഗൈഡാണിത്. ഉദാഹരണത്തിന് ഈവൻ ചിലപ്പോൾ നമ്മുടെ LCയിലെ എല്ലാ ക്ലോസസും ഒന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷനിൽ അക്സെപ്റ്റൻസ്, ബാങ്കിൻ്റെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളൊരു ഗൈഡാണ് UCP 600. ദെൻ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് എക്സ്പയറി. ഈ ക്ലോസ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ യൂഷ്വലി വിത്തിൻ വാട്ട് ടൈം ഫ്രെയിം യു ഹാവ് ടു പ്രസൻറ്റ് ദ ഡോക്യുമെൻറ്റ്. ഉദാഹരണത്തിന് ഇതിൽ ഒരു സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒരു പ്രാക്ടിക്കലി യൂഷ്വലി ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഡേറ്റ്, ഇയർ, മന്ത്, ഡേറ്റ്, ഈ ക്രോണോളജിക്കൽ ഈ ഓർഡറിലായിരിക്കും ഇതുണ്ടാവുക.
ലൈക്ക് അറ്റ് എനി ബാങ്ക് ഇൻ UAE ഓർ അറ്റ് UAE ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് UAEയിൽ ഈ ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അറ്റ് നെഗോഷിയേറ്റിംഗ് ബാങ്ക് കൗണ്ടർ, ഉദാഹരണത്തിന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ കൗണ്ടറിൽ വിത്തിൻ ദിസ് ടൈം ഫ്രെയിം യു ഹാവ് ടു സബ്മിറ്റ് ദിസ്. യൂഷ്വലി ഇത് ഈ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് എക്സ്പയറി യൂഷ്വലി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഷിപ്മെൻറ്റ് LDSൽ നിന്ന് സ്റ്റാൻഡേർഡായിട്ട് 21 ഡേ ആണ് നോർമലി ട്രാൻസാക്ഷനിൽ ഇത് കീപ്പ് ചെയ്യാറുള്ളത്. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് അപ്ലിക്കൻ്റ്. ഇത് അപ്ലിക്കൻറ്റിൻ്റെ നെയിമാണ്. ഉദാഹരണത്തിന് സപ്പോസിബിളി നിങ്ങളൊരു നോർമൽ LC കേസ് സിനാരിയോയിൽ ഇത് കസ്റ്റമറുടെ നെയിമാണ്, ഹൂ ഇഷ്യൂ LC. ദെൻ ബെനിഫിഷ്യറി, ഇത് യൂഷ്വലി നമ്മുടെ ആസ് എ സെല്ലറുടെ പേരായിരിക്കും, ഹൂ ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം ദി LC, ലൈക്ക് ഹൂ ഈസ് ഗോയിങ് ടു ഗെറ്റ് റെസിപ്റ്റ് ഓഫ് ദിസ് LC. അതാണ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് കറൻസി കോഡ് ആൻഡ് എമൗണ്ട്. ഈ ക്ലോസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുമെന്ന് വെച്ചാൽ സപ്പോസിബിളി 10,000 USD. ഇതാണ് നമ്മുടെ LCയുടെ വാല്യൂ. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് LC. ക്രെഡിറ്റിൻ്റെ വാല്യൂ ആണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് അവൈലബിൾ വിത്ത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്ത പോലെ എനി ബാങ്ക് ബൈ നെഗോഷിയേഷൻ. ഇങ്ങനെ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ബാങ്കിലൂടെയും നെഗോഷിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ എനി ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് ബാങ്കിലൂടെയും നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അതാണ് ഈ ക്ലോസിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലോസ് ആണ് പാർഷ്യൽ ഷിപ്മെൻറ്റ്. ഈ ക്ലോസ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ LC ഓപ്പൺ ആക്കിയത് 100 മെട്രിക് ടൺ മെറ്റീരിയൽ ഷിപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാർഷ്യൽ ഷിപ്മെൻറ്റ് നോട്ട് അലൗഡ്, ഈ എക്സാമ്പിളിൽ നോട്ട് അലൗഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ഇത് ഷിപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് 100 മെട്രിക് ടൺ ടോട്ടലായിട്ട് ടുഗദർ ഷിപ്പ് ചെയ്യണം. ഇനി പാർഷ്യൽ ഷിപ്മെൻറ്റ് അലൗഡ് ആണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 100 മെട്രിക് ടൺ 3 ടൈമായിട്ട് സെൻഡ് ചെയ്യാം. ലൈക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ അത് ഞാൻ 10 മെട്രിക് ടൺ സെൻഡ് ചെയ്തു, പിന്നെ ഞാനൊരു 50 മെട്രിക് ടൺ പ്രൊഡ്യൂസ് ചെയ്ത് അത് സെൻഡ് ചെയ്തു, പിന്നെ ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റി സെൻഡ് ചെയ്തു. ഇങ്ങനെ സെൻഡ് ചെയ്യാൻ ഇപ്പോൾ കഴിയും പാർഷ്യൽ ഷിപ്മെൻറ്റ് അലൗഡ് ആണെങ്കിൽ. പാർഷ്യൽ നെഗോഷിയേഷനും അലൗഡ് ആയിരിക്കും യൂഷ്വലി. ദെൻ നെക്സ്റ്റ് ക്ലോസ് ഈസ് ട്രാൻസ്ഷിപ്മെൻറ്റ്. ഈ ക്ലോസ് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഈ ട്രാൻസ്ഷിപ്മെൻറ്റൊക്കെ യൂഷ്വലി ഏത് കേസ് സിനാരിയോയിലാണ് വരികയെന്ന് വെച്ചാൽ, നമ്മൾ വെസലൊക്കെ ചിലപ്പോൾ ഒന്നിലധികം വെസലൊക്കെ ഉണ്ടാവും. ഒരു വെസലിൽ നിന്ന് ഇറക്കി അടുത്ത നെക്സ്റ്റ് വെസലിലോട്ട് കയറ്റുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുക. ഇത് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് അലൗഡ് അല്ല. അലൗഡ് മീനിങ് ആസ് എ സ്റ്റാൻഡേർഡ് ബെറ്റർ ഞാൻ ഇപ്പോൾ എന്താ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ പാർസൽ ഷിപ്മെൻറ്റും ട്രാൻസ്ഷിപ്മെൻറ്റും അലൗഡ് ആക്കി കീപ്പ് ചെയ്യുക. ഇനി ഏതെങ്കിലും അൺഫോർസീൻ എമർജൻസി ഇതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ ഇതുവഴി ഈ ക്ലോസ് അലൗഡ് ആക്കി വെക്കുന്നത് വഴി കഴിയും. ദെൻ നെക്സ്റ്റ് ആണ് പോർട്ട് ഓഫ് ലോഡിങ്. ഏത് പോർട്ടിലാണ് നമ്മൾ മെറ്റീരിയൽ ലോഡ് ചെയ്യാൻ പോകുന്നത്, ഉദാഹരണത്തിന് ഏത് പോർട്ടിൽ നിന്നാണ് ഡിസ്പാച്ച് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് എക്സാമ്പിൾ കൊച്ചി, ഉദാഹരണത്തിന് നമ്മൾ കൊച്ചിയിലുള്ള പോർട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ മുംബൈ പോർട്ട്, ഈ പോർട്ടിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് 44C പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ. ഉദാഹരണത്തിന് ഏത് പോർട്ടിലോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോറി, ഇത് 44C അല്ല, 44C LDS ആണ്. 44F ഇതാണ് ഏത് പോർട്ടിലോട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ സിംഗപ്പൂർ പോർട്ടിലോട്ടാണ് മെറ്റീരിയൽ സെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഈ ക്ലോസ് വഴി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലോസാണ് LDS. എപ്പോഴും നിങ്ങളൊരു ഷിപ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ക്ലോസാണ് LDS. ഉദാഹരണത്തിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഷിപ്മെൻറ്റ്. ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, 2025/06/01. ഇങ്ങനെയാണ് LDS റെപ്രസെൻ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂൺ 1 2025 നിങ്ങൾക്ക് മാക്സിമം അലൗഡ് ചെയ്തിട്ടുള്ള ഷിപ്മെൻറ്റ് ഡേറ്റ്. ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ മെറ്റീരിയൽ ഷിപ്പ് ചെയ്തിരിക്കണം.
ഈ ഇവിടെ ഒരു മേജർലി ഈ ക്ലോസിൽ വരുന്ന ഒരു റിസ്ക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ ചിലപ്പോൾ മെറ്റീരിയൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇന്ന് ഡിസ്പാച്ച് ചെയ്യുമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ കരുതിക്കോളൂ, നമ്മുടെ LDS ഈ മാസം 10-ാം തീയതിയാണ്. ഞാനിപ്പോൾ എൻ്റെ പ്ലാന്റിൽ നിന്ന് 2-ാം തീയതി ഡിസ്പാച്ച് ചെയ്തു. എൻ്റെ വെസൽ സെയിലിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് BL ഡേറ്റ് 9th ആണ് ഫിക്സ് ചെയ്തത്. പക്ഷേ BL 2 ദിവസം ഡിലേ ആയി, വെസൽ സെയിലിംഗ് അപ്പോൾ 11th ആയി. അപ്പോൾ ഈ LC ആസ് പെർ LDS നിങ്ങൾ ഈ ലാസ്റ്റ് ഡേറ്റ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ LC നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് ആയിരിക്കും. കാരണം ഡിസ്ക്രിപ്പൻസി ഡെഫിനറ്റ്ലി ഗോയിങ് ടു റൈസ്. സോ ഈ ക്ലോസ് വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ടത് ഒന്നാണ്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്. ഇത് എന്താണ് നിങ്ങളുടെ ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ? ലൈക്ക് സിൽവർ പ്യൂരിറ്റി, ലൈക്ക് this all are the like how it looks, what all are the components, or what is the thickness, kind of things you can mention here, and how much will be the quantity, kind of things you can mention in description of goods. And here ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കൂ. ക്വാണ്ടിറ്റി 50,000 മെട്രിക് ടൺ ആണ് ക്വാണ്ടിറ്റി, ±5%. ±5% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50,000 നിന്ന് 5% കുറവും ഡിസ്പാച്ച് ചെയ്യാം, 5% കൂടുതലും ഡിസ്പാച്ച് ചെയ്യാം. ഉദാഹരണത്തിന് 250 ± ലൈക്ക് ദ. ദെൻ ഹിയർ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്താൽ നിങ്ങൾ ഈ പ്രൈസിലായിരിക്കും പെർ മെട്രിക് ടൺ ക്വാണ്ടിറ്റി സെല്ല് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് ഡോക്യുമെൻ്റ് റിക്വയർഡ്. ഈ നെഗോഷിയേഷൻ പ്രോസസ്സിൽ നമ്മൾ മെറ്റീരിയൽ ഷിപ്പ് ചെയ്തു. ലൈക്ക് ഈ LDS ഓക്കെയാണ്, എല്ലാ കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ മെറ്റീരിയൽ ഷിപ്പ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ ഇൻവോയിസ്. യൂഷ്വലി ഇൻവോയിസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണാം 3x3, ലൈക്ക് 3 ഒറിജിനലും 3 കോപ്പിയും, അങ്ങനെയൊക്കെ. ഈ ഒറിജിനൽ എന്നൊക്കെ സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഒറിജിനൽ ഡോക്യുമെൻ്റ് മാനുവലി സൈൻ ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻ്റ് ചിലപ്പോൾ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ നമ്പർ ഓഫ് കോപ്പി ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ലൈക്ക് ബില്ല് ഓഫ് ലേഡിങ്. യൂഷ്വലി എക്സ്പോർട്ട് ഷിപ്മെൻറ്റിലൊക്കെ ഉണ്ടാകുന്നൊരു മേജർ ഐറ്റമാണ് ബില്ല് ഓഫ് ലേഡിങ്. ദെൻ പാക്കിംഗ് ലിസ്റ്റ്, TC, വാട്ട് എവർ ദ റിക്വയർമെൻറ്റ്. എന്താണ് സപ്പോസിബിളി ഇപ്പോൾ നിങ്ങളാണ് സെല്ലർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ഈ നെഗോഷിയേഷൻ പ്രോസസ്സിൽ കൊടുക്കാൻ പോകുക, അല്ലെങ്കിൽ വാട്ട് ആൾ ആർ ദ ഡോക്യുമെൻറ്റ് യുവർ കസ്റ്റമർ ഈസ് റിക്വസ്റ്റിംഗ്, ദാറ്റ്സ് ആൾ ആർ. അതെല്ലാം ഈ ക്ലോസിൽ ആഡ് ചെയ്യും. 46A, ക്ലോസ് 46A, വാട്ട് ആൾ ആർ ദ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്. ദെൻ 47A, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന അഡീഷണൽ കണ്ടീഷൻ. ലൈക്ക് ഉദാഹരണത്തിന് ആൾ ഡോക്യുമെൻറ്റ് ഷുഡ് മെൻഷൻ LC നമ്പർ. ചിലപ്പോൾ ഇതൊക്കെ ഒരു യൂഷ്വലി ഉണ്ടാവുന്നൊരു ഈ 47A യൂഷ്വലി കണ്ടുവരുന്ന കുറച്ച് ക്ലോസാണ് ഇതൊക്കെ. ഉദാഹരണത്തിന് ആൾ ഡോക്യുമെൻറ്റ് ഷുഡ് കണ്ടെയ്ൻ LC നമ്പർ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റിലും, ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റിലും ഇൻക്ലൂഡിങ് BL നമ്മൾ LC നമ്പർ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ ബേസിക് വാട്ട് ആൾ ആർ ദ അതർ കണ്ടീഷൻ യു ആർ റിക്വയറിങ് ടു മെൻഷൻ, ലൈക്ക് അപ്ലിക്കൻ്റ് ഹാവ് ടു ടേക്ക് ദ ഇൻഷുറൻസ്, ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. അഡീഷണൽ കണ്ടീഷൻ, വാട്ട് ആൾ ആർ ദ കണ്ടീഷൻ. സോ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ LCയിൽ നിങ്ങൾ ഏതെങ്കിലും ചില കണ്ടീഷനിൽ വിട്ടുവീഴ്ച വരുത്തുക, അങ്ങനെ ഒരു ഓപ്ഷനില്ല. LCയിൽ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ പറയുന്നത് അത് 100% നമ്മൾ കംപ്ലൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് ക്ലോസ് ആണ് 71D. ഇത് ബാങ്ക് ചാർജസ്. ഉദാഹരണത്തിന് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾ അപ്ലിക്കൻ ബാങ്ക് ചാർജസ് ആർ ടു ദ അക്കൗണ്ട് ഓഫ് അപ്ലിക്കൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലിക്കൻറ്റിൻ്റെ ബാങ്കിൻ്റെ എല്ലാ ചാർജും അപ്ലിക്കൻ്റാണ് വഹിക്കേണ്ടത്. റെസ്റ്റ് ആൾ ബോൺ ബൈ ബെനിഫിഷ്യറി. ഇഫ് terms something like that mentioned here, they will clearly mention who all are responsible for what all are the charges, like reimbursing bank charges, confirmation charges. ഇതെല്ലാം ആരാ ബിയർ ചെയ്യുക എന്നൊക്കെയാണ്
ഇവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് കൺഫർമേഷൻ ഇൻസ്ട്രക്ഷൻ. കൺഫർമേഷൻ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരു എൽ സിയിൽ യൂഷ്വലി സപ്പോസിബിളി ഇതൊക്കെ ഈ കൺഫർമേഷനൊക്കെ ഏത് കേസ് സിനാരിയോയിലാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മുടെ കസ്റ്റമർ കെനിയയിലാണ് സപ്പോസ്. നിങ്ങൾ കെനിയയിലൊക്കെ ചിലപ്പോൾ ബാങ്ക് ഇതൊന്നും അത്ര റിലയബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് കൺട്രി റിസ്ക് ഉണ്ട്, അതേപോലെ ബാങ്ക് ഫിനാൻഷ്യലി കൺട്രി അത്ര സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഉദാഹരണത്തിന് കെനിയയിലുള്ള ABC ബാങ്കിലാണ് LC ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേറെ ബാങ്കിൻ്റെ അപ്രോച്ച് ചെയ്യാണ്. ഉദാഹരണത്തിന് ഇവരൊരു ഗ്യാരൻറ്റേറ്റർ പോലെ, അഥവാ ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു KSA സൗദിയിൽ പോയി അപ്രോച്ച് ചെയ്യണം, അവിടെ ഉള്ളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അവർ കൺഫർമേഷൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും കേസ് സിനാരിയോയിൽ ഈ ഇഷ്യൂവിങ് ബാങ്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഫെയിലായാൽ ദേ വിൽ മേക്ക് ഗ്യാരണ്ടി ദാറ്റ് ഈവൻ ഇഫ് ദിസ് പാർട്ടി ഫെയിൽസ് ടു മേക്ക് ദ പേയ്മെൻറ്റ്, ദിസ് പാർട്ടി ഈസ് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി, ഗ്യാരണ്ടി ഫോർ ദാറ്റ് ഈസ് വാട്ട് കൺഫർമേഷൻ ഇൻസ്ട്രക്ഷൻ. ഇതൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ക്ലിയർ കട്ട് തിയററ്റിക്കലി അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ തന്നെ ഫുൾ കണ്ടൻറ്റ് ഞാൻ എൻഷുർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ യൂഷ്വലി കൺഫർമേഷൻ ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ ഈ 3 ഓപ്ഷനാണ് യൂഷ്വലി ഉണ്ടാവുക. വിത്തൗട്ട് മീനിങ് യു കനോട്ട് ആഡ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കൺഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മേ ആഡ് മതലബ് യു ആർ ഹാവിങ് ആൻ ഓപ്ഷൻ, എയ്തർ യു ക്യാൻ ആഡ് ഓർ യു കനോട്ട് ആഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ദെൻ if it is written confirm, you have to add confirmation on this. ഇതാണ് ഈ ക്ലോസ് 49 റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ക്ലോസ് 78 ഇൻസ്ട്രക്ഷൻ ടു പേയിങ്, അക്സെപ്റ്റിംഗ് ഓർ നെഗോഷിയേറ്റിംഗ് ബാങ്ക്. ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെയാണ് കൊടുക്കുക. ഉദാഹരണത്തിന് സപ്പോസ് ഹിയർ ദേ വിൽ മെൻഷൻ വിത്തിൻ 5 days ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് യു ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ്. ലൈക്ക് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷനാണോ അക്സെപ്റ്റിംഗ് അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ബാങ്കിൽ കൊടുക്കാനുള്ളത്, ആ ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ LC ക്ലോസ് ആർ വി കവേർഡ് ഹിയർ. ഇനി ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ സപ്പോസിബിളി നമ്മളിപ്പോൾ ക്ലോസ് 27 മെൻഷൻ ചെയ്തു, 40 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, ക്ലോസ് 20 documentary credit number, this 23 is not that much relevant. Then 31C 40 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു, 31D date and place of expiry, applicant bank, these all are the things we described here. Then the next one major important thing is 39A. ഇതാണ് percentage of credit amount tolerance. ലൈക്ക് ഉദാഹരണത്തിന് ഇങ്ങനെ ഉണ്ടാവുക 10/10. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ±10%. ഉദാഹരണത്തിന് നമ്മുടെ LCയുടെ വാല്യൂ 50,000 ആണെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 10%, 5,000 അപ് ടു 55,000 ഓൾസോ ക്യാൻ അക്സെപ്റ്റ്, or below 5,000 also, 45,000 also you can ship material worth this much. That is what 39A represents. Then 42C, ഇവിടെ ആയിരിക്കും യൂഷ്വലി ഹൗ ദ ഡ്രാഫ്റ്റ്. ഉദാഹരണത്തിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ള കേസ് സിനാരിയോയിലാണ്, ഉള്ള കേസ് സിനാരിയോയിലാണ് 42C അപ്ലിക്കബിൾ ആയിട്ട് വരിക. ഉദാഹരണത്തിന് ഡ്രാഫ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ അറ്റ് യൂസാൻസ് 30 days, like within 30 days from bill of lading, meaning you have to make payment within this time frame. Then 42A, clause 42A എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹു ഈസ് ദ ഡ്രോയി എന്ന് പറഞ്ഞാൽ ഹു ഹാവ് ടു മേക്ക് ദ പേയ്മെൻറ്റ്. ഉദാഹരണത്തിന് യൂഷ്വലി ഇഷ്യൂയിങ് ബാങ്ക് അല്ലെങ്കിൽ എനി അതർ ബാങ്ക് വി വർ ഇൻസ്ട്രക്റ്റിംഗ് ദേ ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ്. അതാണ് ഡ്രോയി എന്ന് പറഞ്ഞാൽ ഈ 42A ക്ലോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ക്ലോസ് ആണ് നിങ്ങളുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ ഡ്രോയി ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഇതാണ്.
യു ഹാവ് ദെൻ 43P പാർഷ്യൽ ഷിപ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ട്രാൻസ്ഷിപ്മെൻറ്റ് കവർ ചെയ്തു. ഇങ്ങനെ പ്ലേസ് ഓഫ് ലോഡിങ്, പ്ലേസ് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, ലേറ്റസ്റ്റ് ഡേറ്റ് ഓഫ് ഷിപ്മെൻറ്റ്, ദെൻ ഷിപ്മെൻറ്റ് പീരിയഡ്. ഇത് വിത്തിൻ ഹൗ മെനി ഡേയ്സിലേക്ക് ഉദാഹരണത്തിന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. വിത്തിൻ 10 days യു ഹാവ് ടു കംപ്ലീറ്റ് ദിസ്. ആൾമോസ്റ്റ് ദിസ് ഈസ് ഓൾസോ സെയിം. ദെൻ 46A, 47A, then 49A സ്പെഷ്യൽ പേയ്മെൻറ്റ് കണ്ടീഷൻ ഫോർ ബെനിഫിഷ്യറി ലൈക്ക് ദാറ്റ്. ഇനി 58A ഉദാഹരണത്തിന് 49 നമ്മൾ പറഞ്ഞു കൺഫർമേഷൻ ഇൻസ്ട്രക്ഷൻ. ഇവിടെ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് കൺഫേം യു ക്യാൻ മെൻഷൻ ടു ഹൂം യു ക്യാൻ ആഡ് കൺഫർമേഷൻ. ഉദാഹരണത്തിന് ഇവിടെ ICICI ഇവിടെ ഇതാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ICICIക്കാണ് കൺഫർമേഷൻ ആഡ് ചെയ്യാൻ പറ്റുക, ദ റിക്വസ്റ്റഡ് കൺഫർമേഷൻ പാർട്ടി. ഇതും നിങ്ങൾ ഈ കൺഫർമേഷൻ ഇൻസ്ട്രക്ഷൻ കൺഫേം ആണെങ്കിൽ അല്ലെങ്കിൽ മേഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്ലോസാണ് 58A. ദെൻ 72 ക്ലോസ് 72 ഉദാഹരണത്തിന് സെൻഡർ റിസീവർ. ഇതിൽ ബേസിക്കായിട്ട് ഉദാഹരണത്തിന് നിങ്ങൾ കൈൻഡ്ലി അക്നോളജ് ദ റെസിപ്റ്റ് ഓഫ് LC കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഇതിൽ മെൻഷൻ ആയിട്ടുണ്ടാവുക. സോ എവ്രി വൺ, ഞാൻ കരുതുന്ന മേജറായിട്ടുള്ള എല്ലാ ക്ലോസും കവറായിട്ടുണ്ടെന്നാണ്. സോ ബൈ ബൈ.